प्रकाश पुंज का ये भंडार, हम आत्माएं यही पे रहते, यही हमारा है संसार। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। से आए अपने आप को जानो, राजयोग
द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर तुम पालो अपना बसेरा। ज्योति जगा लो होगा दूर अंधेरा। ओम शांति, ओम शांति, ओम शांति। ओम शांति, ओम शांति। शिव बाबा याद है ഇന്നത്തെ മുരളിയുടെ ഡേറ്റാണ് 6/2/2021. ബാബയുടെ മധുര മഹാവാക്യങ്ങൾ. ഇന്ന് നാം എല്ലാവർക്കും അതീവ സന്തോഷമുണ്ടായിരിക്കണം. എന്തുകൊണ്ട്? സ്വയം ഭഗവാൻ നമുക്ക് പ്രാപ്തമായിരിക്കുകയാണ്. ഒന്നാമത്തെ സന്തോഷം. രണ്ടാമത്തേത്, നാം എല്ലാവരും ബാബയുടെ സ്വന്തം മക്കളായി മാറിയിരിക്കുന്നു. മൂന്നാമത്തേത്, നാം എല്ലാവരും സ്വദർശന ചക്രധാരികളാണ്. നമുക്ക് എല്ലാ കാര്യത്തിലും ബ്രഹ്മ ബാബയെ ഫോളോ ചെയ്യണം. ഇനി ബാബ മക്കൾക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. പുരുഷാർത്ഥത്തിൻ്റെ മാർഗത്തിൽ അനേക പ്രകാരത്തിലുള്ള കൊടുംകാറ്റ് അഥവാ പരീക്ഷണങ്ങൾ വരും. പക്ഷെ നിങ്ങൾ ഭയക്കരുത്. ബാബ നിങ്ങൾക്ക് ഇപ്പം നാം എല്ലാവർക്കും സൂചിപ്പിക്കുന്നു, കുട്ടികളെ പവിത്രരാകും. ബാക്കി ഒരു കാര്യത്തെ ശ്രദ്ധിക്കാതെ ബാബയെ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ബാബയെ ഓർമ്മിച്ച് പവിത്രരാകും. നമുക്ക് നോക്കാം ഇന്നത്തെ മഹാവാക്യത്തിൽ ബാബ എന്താണ് പറഞ്ഞ് മനസ്സിലാക്കി തന്നിരിക്കുന്നത്. മീഠെ ബच्चे, तुम महावीर हो, तुम्हें माया के तूफानों से डरना नहीं. മധുരമായ കുട്ടികളെ, നിങ്ങൾ മഹാവീരന്മാരാണ്. നിങ്ങൾ മായയുടെ കൊടുംകാറ്റിൽ നിന്നോ ഭയക്കരുത്. एक बाप के सिवाय और कोई भी परवाह ना कर पवित्र ज़रूर बनना. ഒരു ബാബ കൂടാതെ മറ്റ് യാതൊരു കാര്യത്തിലും ശ്രദ്ധിക്കാതെ തീർച്ചയായിട്ടും പവിത്രരാകണം. ചില മറ്റെല്ലാ കാര്യങ്ങളെ ശ്രദ്ധിക്കാതെ ഇരിക്കുക. ബാബയുടെ കാര്യത്തിൽ മാത്രം നമുക്ക് ശ്രദ്ധയുണ്ടാകണം. എന്തുകൊണ്ട്? നാം എല്ലാവരും തീർച്ചയായിട്ടും പവിത്രരാകണം.
प्रश्न, बच्चों में कौन सी हिम्मत बनी रहे तो बहुत ऊंच पद पा सके. കുട്ടികളിൽ ഏത് ധൈര്യം ഉണ്ടായിരിക്കുകയാണെങ്കിൽ വളരെ ഉന്നത പദവി പ്രാപ്തമാക്കാൻ സാധിക്കും. കുട്ടികളിൽ ഏത് ധൈര്യം ഉണ്ടാവുകയാണെങ്കിൽ വളരെ ഉയർന്ന പദവി പ്രാപ്തമാക്കാൻ സാധിക്കും. ഏത് കാര്യത്തിലാണ് ശ്രദ്ധയുണ്ടാവേണ്ടത്, ധൈര്യമുണ്ടാവേണ്ടത്? ശ്രീമത്ത് पर चलकर पवित्र बनने की. ശ്രീമതത്തിൽ നടന്ന് പവിത്രരാകാനുള്ള കാര്യത്തിൽ ധൈര്യമുണ്ടാവണം. भल कितने भी हंगामे हो, सितम सहन करने पड़े, लेकिन बाप से जो पवित्र बनने की श्रेष्ठ मत दी है उस पर निरंतर चलते रहे तो बहुत ऊंच पद पा सकते हैं. എത്രമാത്രം കോലിളക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും എത്രയും കോലിളക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും ദുഃഖങ്ങളെ സഹിക്കേണ്ടി വന്നിരുന്നാലും പവിത്രരാകാൻ വേണ്ടി ബാബ നൽകിയിരിക്കുന്ന ശ്രേഷ്ഠ മതം ഏതാണോ നിരന്തരം ആ മതത്തിലൂടെ നടക്കുകയാണെങ്കിൽ വളരെ ഉന്നത പദവി പ്രാപ്തമാക്കാൻ സാധിക്കും. किसी भी बात में डरना नहीं, कुछ भी होता नथिंग न्यू. യാതൊരു കാര്യത്തിലും ഭയക്കരുത്. എന്ത് സംഭവിച്ചിരുന്നാലും നത്തിങ് ന്യൂ, പുതിയതൊന്നുമല്ല. ഗീത് ഭോലാനാഥ് സേ നിരാല. ओम शांति. ये है भक्ति मार्ग वालों का गीत. ज्ञान मार्ग में गीत आदि की कोई ज़रूरत नहीं. ഭോലാനാഥ് സെ നിരാല, ഇത് ഇത്തരത്തിലുള്ള ഗീത് അഥവാ ഗാനം ഭക്തി മാർഗത്തിൻ്റേതാണ്. അപ്പം ജ്ഞാനമാർഗത്തിൽ വാസ്തവത്തിൽ മനസ്സാണ് പ്രാധാന്യം. ഗീതയുടെ യാതൊരു ആവശ്യവും വരുന്നില്ല. എങ്കിലും ബാബ പറയുന്നു, ഇപ്പോൾ ഭക്തി മാർഗത്തിൽ അനേക തരത്തിലുള്ള ഇത്തരത്തിലുള്ള പാട്ടുണ്ടാകും, ഗാനം. ഇതല്ല പ്രധാനം. ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അർത്ഥസ്വരൂപത്തിൽ നാം സ്ഥിതരാകേണ്ടത് വളരെ ആവശ്യം. क्योंकि गाया हुआ है बाप से हमें बेहद का वर्षा मिलना. അപ്പോൾ നമുക്ക് ഗീത് അഥവാ ഗാനത്തിലല്ല ശ്രദ്ധ പോകേണ്ടത്. കാരണം ഗായനമുണ്ടായിരിക്കുന്നു. ബാബയിൽ നിന്ന് നാം മക്കൾക്ക് പരിധിയില്ലാതെ സമ്പത്താണ് പ്രാപ്തമാക്കേണ്ടത്. കൊണ്ട് സമ്പത്തിൻ്റെ കാര്യത്തിലാണ് ശ്രദ്ധയുണ്ടാവേണ്ടത്. जो भक्ति मार्ग की रस्म रिवाज है वो विस्मय नहीं आ सकती. ഭക്തി മാർഗത്തിൽ ഉണ്ടായിരിക്കുന്ന സമ്പ്രദായങ്ങൾ അത് അങ്ങനെ നടപടികളെല്ലാം ഏതാണോ അത് ജ്ഞാനമാർഗത്തിൽ ഒരിക്കലും ഉണ്ടാവാൻ സാധ്യമല്ല. बच्चे कविता आदि बनाते वो औरों को सुनाने के लिए. എങ്കിലും നിങ്ങൾ കുട്ടികൾ കവിത കാര്യങ്ങൾ എല്ലാം തയ്യാറാക്കും, നിർമ്മിക്കും. എന്തിനു വേണ്ടി? മറ്റുള്ളവർക്ക് ജ്ഞാനയുക്തമായി ജ്ഞാനത്തിൻ്റെ രഹസ്യങ്ങൾ കേൾപ്പിച്ചു കൊടുക്കാൻ വേണ്ടി. उसका भी अर्थ जब तक तुम ना समझाओ तब तक कोई समझ ना सके. നിർമ്മിച്ചിരിക്കുന്ന ഗീത് അഥവാ കവിതകളുടെ അർത്ഥം മനസ്സിലാക്കി കൊടുക്കുന്നത് വരെയും ആർക്കും ഇത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധ്യമാവുകയില്ല. നിങ്ങൾ സ്കൂളിലും പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴങ്ങനെയല്ലേ? ഇപ്പോൾ പദ്യം ഉണ്ടാകൂ അഥവാ ഗീത്തുണ്ടാകൂ അഥവാ കവിതയുണ്ടാകൂ. അതിന് മാഷുമാർ എന്താണ് ചെയ്യുന്നത്? നമുക്ക് ആദ്യം വായിച്ച് മനസ്സിലാക്കി തരുവാണ്. അതിനെ ഞങ്ങൾക്ക് ഓരോ തരത്തിൽ എക്സ്പ്ലെയിൻ
ചെയ്ത് പറഞ്ഞു തരണം. അപ്പോഴാണ് നമുക്ക് വ്യക്തമാകുന്നത് ഈ കവിതയുടെ അർത്ഥം എന്താണ്, ഈ വരിയുടെ ശരിക്കുള്ള ലക്ഷ്യം എന്താണെന്നുള്ളത്. പോലെ ബാബ പറയുന്നു, നിങ്ങളുണ്ടാക്കിയ കവിത മറ്റുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അത് ജ്ഞാനയുക്തമായത് കാരണം ജ്ഞാനത്തിൻ്റെ അർത്ഥവും അതിൽ വരും, അതിനെ വ്യക്തമാക്കി കൊടുക്കണം. अब तुम बच्चों को बाप मिला तो खुशी का पारा चढ़ना चाहिए. നിങ്ങൾ കുട്ടികൾക്ക് ബാബ പ്രാപ്തമായിരിക്കുന്നു കൊണ്ട് സന്തോഷം സദാ ഉണ്ടായിരിക്കണോ, സന്തോഷത്തിൻ്റെ ലഹരി ഉണ്ടാവണോ. ഉണ്ടോ എല്ലാവർക്കും ലഹരി? बाबा ने 84 जन्मों के चक्र का नॉलेज भी सुनाया. खुशी होनी चाहिए, हम अभी स्वदर्शन चक्रधारी बने. ബാബ 84 ജന്മങ്ങളുടെ ചക്രത്തിൻ്റെ ജ്ഞാനവും കൂടി പറഞ്ഞു മനസ്സിലാക്കി തന്നിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോൾ മക്കൾക്ക് സന്തോഷവും ഉണ്ടായിരിക്കണം. നാം എല്ലാവരും ഈ ജ്ഞാനം കേട്ട് സ്വദർശന ചക്രധാരികളായിരിക്കുന്നു. ബാപ്സെ വിഷ്ണുപുരി ക വർഷ ലേർ. ബാബയിൽ നിന്നു വിഷ്ണുപുരിയുടെ സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്നു. निश्चय बुद्धि ही विजयंती, जिसको निश्चय होता वो सतयुग में तो जाएंगे ही. നിശ്ചയ ബുദ്ധി വിജയന്തിയാണ്. ആർക്കാണോ ഈ കാര്യത്തിൽ നിശ്ചയമുണ്ടായിരിക്കുന്നത് അവർ തീർച്ചയായിട്ടും സത്യുഗത്തിലേക്ക് പോകും. तो बच्चों को सदैव खुशी रहनी चाहिए. ഫോളോ ഫാദർ. കൊണ്ട് കുട്ടികൾക്ക് ഈ കാര്യത്തിൽ സദാ സന്തോഷമുണ്ടായിരിക്കണോ. ഏതുപോലെ ബ്രഹ്മബാബയ്ക്ക് സദാ സന്തോഷമുണ്ടായിരുന്നു, ലഹരി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ കുട്ടികൾക്കും സന്തോഷമുണ്ടാവണോ, ബാബയെ അനുകരിക്കുക. बच्चे जानते हैं निराकार शिव बाबा ने जब से इसमें प्रवेश किया तो बड़े हंगामे हुए. കുട്ടികൾക്കറിയാമല്ലോ യജ്ഞത്തിൻ്റെ ചരിത്രം. അപ്പോൾ എന്ന് മുതലാണോ നിരാകാരിയായിരിക്കുന്ന ശിവബാബ ഈ രഥത്തിൽ പ്രവേശിച്ചത്, അന്ന് ആ സമയത്ത് പലതരത്തിലുള്ള കോലാഹലങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പവിത്രത പർ ബഡേ ഝഗഡേ ചലെ. അന്നേരം എല്ലാ യജ്ഞവത്സർ വന്നു. അനേകർക്ക് സാക്ഷാത്കാരമുണ്ടായിരുന്നു. അനേകർക്ക് ശ്രീകൃഷ്ണനെ സാക്ഷാത്കാരത്തിലൂടെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷമായി. അപ്പോൾ ഇതെല്ലാം നോക്കിയപ്പോൾ എല്ലാവരും ഓം മണ്ഡലിയിലേക്ക് വന്നു. ഓം മണ്ഡലിയിലേക്ക് വന്ന് ഓം ധ്വനിയിലൂടെ ധ്യാനാവസ്ഥയിൽ മഗ്നരായ സമയത്ത് പവിത്രതയുടെ കാര്യം മനസ്സിലാക്കിയപ്പോഴാണ് ഈ തരത്തിലുള്ള കോലാഹലങ്ങൾ, പ്രശ്നങ്ങൾ സംഭവിച്ചത്. बच्चे बड़े होते हैं कहेंगे जल्दी शादी करो. शादी बिगर काम कैसे चलेगा. പൊതുവേ പെൺകുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അത് വളർന്ന് വലുതായി വരുന്തോറും അച്ഛനമ്മക്ക് ഉത്തരവാദിത്വം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഈ കുട്ടിയുടെ വിവാഹ കാര്യങ്ങളൊന്ന് വേഗം നടത്തിയാലോ. ഇപ്പോൾ എല്ലാവരുടെ അഭിപ്രായം എന്താണ്, വിവാഹം കഴിച്ചില്ല എങ്കിൽ കാര്യം എങ്ങനെ നടക്കുക, ലോകത്തിൽ എങ്ങനെയാണ് അഭിവൃദ്ധി ഉണ്ടാവുക എന്നുള്ളത് ജനങ്ങളുടെ മനസ്സിൻ്റെ അഭിപ്രായങ്ങളാണ്. അതുകൊണ്ട് ഇങ്ങനെ തിരക്കാക്കും. भले मनुष्य गीता पढ़ते परंतु उससे समझते कुछ भी नहीं. വാസ്തവത്തിൽ വിവാഹം കഴിച്ച് കുട്ടികളെ ഉണ്ടാക്കി അതല്ല പെൺകുട്ടിയെ പോറ്റി നടത്തുന്ന അച്ഛനമ്മമാരുടെ ഉത്തരവാദിത്വം. ഇനി ഭാരതത്തിൻ്റെ ശാസ്ത്രമായിരിക്കുന്ന ശ്രീമദ് ഭഗവത്ഗീതയിൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പവിത്രതയുടെ വിഷയം ഉച്ചകോടിയുടേതാണ്. അതിലും എഴുതിയിട്ടുണ്ട് കാമമഹാശത്രു എന്ന്. അപ്പം അത് എഴുതി വായിച്ച് ഞങ്ങൾ വായിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ, പ്രാക്ടിക്കലാക്കണ്ടേ. അതിൻ്റെ അർത്ഥമൊന്നും തന്നെ മനുഷ്യർക്ക് അറിയില്ല. ആരാണോ ഗീതാധ്യയനം ചെയ്യുന്നത് ആ തരത്തിലുള്ള മനുഷ്യർക്ക്. സബ്സെ ജാസ്തി ബാബാക്കോ അഭ്യാസ്ത. ഗീതാധ്യയനത്തിൻ്റെ കാര്യത്തിൽ പറയണമെങ്കിൽ കൂടുതൽ ശീലം ബ്രഹ്മബാബയ്ക്കുണ്ടായിരുന്നു.
ബ്രഹ്മബാബയുടെ ജീവിതത്തിൽ ജ്ഞാനമില്ലാതിരിക്കുന്ന സമയത്തിൽ തന്നെ ഒരു ദിവസം പോലും ഗീതയെ മുടക്കിയിട്ടേയില്ല. ഗീത വായിക്കാതെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കില്ലായിരുന്നു. ഇത് ബ്രഹ്മബാബയുടെ ഒരു വലിയ വിശേഷതയായിരുന്നു. सबसे जास्ती बाबा को अभ्यास था, एक दिन भी गीता पढ़ना मिस नहीं करते थे. जब मालूम पड़ा गीता का भगवान शिव, नशा चढ़ गया, हम तो विश्व के मालिक बनते. നേരെ ബാബ ഈ ശരീരത്തിൽ പരക്കായ പ്രവേശം ചെയ്തതിന് ശേഷം ഗീതയുടെ ഭഗവാൻ ആരാണെന്നുള്ള തിരിച്ചറിവ് കിട്ടി. നേരോ ലഹരി കയറി ഞാൻ തന്നെയാണ് വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നത്. ആർക്കാണ്? ബ്രഹ്മബാബയ്ക്ക്. ये तो शिव भगवान वाच है. फिर पवित्रता का भी बड़ा हंगामा हुआ. അപ്പോൾ ഇത് വാസ്തവത്തിൽ ഭഗവത്ഗീത ശിവഭഗവാൻ വാച്ച. ഇത് മനസ്സിലായി. അപ്പോൾ ആ സമയത്ത് പവിത്രത വളരെ പ്രധാന കാര്യമാണ്, വിശേഷമായിരിക്കുന്ന സബ്ജക്റ്റാണ്. അപ്പോൾ ഈശ്വരീയ അലൗകിക ജീവിതത്തിൽ ബ്രാഹ്മണരുടെ അലങ്കാരം ഇതെല്ലാം മനസ്സിലാക്കിയപ്പോൾ ഇതിലേക്ക് വേണ്ടി സഹിച്ചു വന്ന അനേക അമ്മമാർ അവർക്ക് പല പ്രശ്നങ്ങൾ സംഭവിച്ചു. ഇസ്മേ ബഹാദൂരി ചാഹിയേ നാ, തും ഹോ ഹി മഹാവീർ മഹാവീർ. എന്തായിരുന്നാലും പവിത്രത അതിപ്രധാനമാണ്. അപ്പോൾ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ശൂരത്വം അഥവാ ആ തരത്തിൽ സാമർഥ്യമുണ്ടായിരിക്കണം. കാരണം നിങ്ങളാരാണ്? മഹാവീര മഹാവീരയും. സിവായ് ഏക് കെ അവർ കൊയ്ക്ക് പരവാഹ് നഹി. ശിവബാബയുടെ കാര്യത്തിൽ മാത്രം നിങ്ങൾ ശ്രദ്ധയുള്ളവരാകും. മറ്റേ യാതൊരു കാര്യത്തിലും നിങ്ങൾ ശ്രദ്ധിക്കരുത്, എന്നുവെച്ചാൽ അശ്രദ്ധരാകും. പവിത്രതയുടെ കാര്യത്തിൽ ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന വിഷയത്തിൽ ഇത് മേജർ സബ്ജക്റ്റാണ്. പുരുഷ ഹൈ രചിത, रचिता खुद पावन बनता तो रचना को भी पावन बनाता. പുരുഷൻ രചയിതാവാണ്. രചയിതാവ് സ്വയം പാവനമാകുമ്പോൾ രചനയെ കൂടി എന്താക്കി മാറ്റുന്നു? പാവനമാക്കി മാറ്റണം. ബസ് ഇസ് ബാത്ത് പർ ഹി ബഹുത്തോം കാ ഝഗഡാ ചല. ആ സമയത്ത് 1936 ആ കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങൾ. അന്നേരം അച്ഛൻ അമ്മ വന്നു നോളേജിൽ, അച്ഛൻ വന്നില്ല. കുട്ടികളും അമ്മയും വന്നു. അന്നേരം അവരുടെ അച്ഛൻ അഥവാ ഭർത്താവ് പവിത്രതയുടെ കാര്യത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കി. ബഡേ ബഡേ ഘരോം സേ നിക്കൽ ആയേ, കോയിക്ക് പരവാഹ് നഹി കി. ഇനി ചിലർ സാമർഥ്യമുള്ളവർ, വിവേകശാലികൾ, ഇപ്പം മുതിർന്നവരും വീട്ടിൽ നിന്ന് തന്നെ ഈ അനുഭവികൾ, പവിത്രതയുടെ കാര്യത്തിൽ അനുഭവികളായവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു. യാതൊരു കാര്യവും അവർ ശ്രദ്ധിച്ചിട്ടില്ല. അടികൊണ്ട് ഇപ്പോൾ അനേകർ പറഞ്ഞു പോവല്ലേ പോവല്ലേ എന്നു. അപ്പോൾ അതുപോലെ തന്നെ ബ്രഹ്മബാബയും കൂടി പല രീതിയിൽ ആക്ഷേപങ്ങളെ പറഞ്ഞു. എങ്കിലും സത്യതയുടെ കാര്യം, പ്രാപ്തിയുടെ വിഷയം, ഭഗവാൻ വാച്ച ഇത് മനസ്സിലാക്കി എല്ലാവരും ഓം മണ്ഡലിയിലേക്ക് പ്രവേശിച്ചു, എത്തിച്ചേരി. ജിനക്ക് തക്ദീർ മേ നഹി ഹൈ തോ സമझे भी कैसे. പവിത്രതയുടെ കാര്യം ഇത് ഈശ്വരീയ പ്രവർത്തനമാണ്. ഇത് മനസ്സിലാക്കാൻ ഭാഗ്യത്തിലില്ല എങ്കിൽ അവരെങ്ങനെയാണ് മനസ്സിലാക്കുക? പവിത്ര രഹന തോ രഹോ നഹീ തോ ജാക്കർ അപ്നാ പ്രബന്ധ കരോ. അപ്പോൾ ഇങ്ങനെ സ്ട്രിക്റ്റായി അമ്മമാരെല്ലാവരും പവിത്രരായി ജീവിക്കണമെങ്കിൽ ജീവിച്ചോളൂ, ഞങ്ങൾ സപ്പോർട്ടുണ്ട്, സഹായിക്കും. ഇല്ല എങ്കിൽ എന്താക്കണോ, ഇല്ല എങ്കിൽ പോയിട്ട് നിൻ്റെ ജോലി, നിൻ്റെ തൊഴിൽ എന്താണ് അത് ചെയ്തോളൂ. നമുക്ക് അവിടത്തേക്ക് പോകണം, അവിടുത്തെ കാര്യങ്ങൾ അനുസരിക്കുക തന്നെ വേണം എന്ന് അനേക അമ്മമാർ ഇക്കാര്യത്തിൽ ഒന്നാമനായി. ചില ധൈര്യത്തിലൂടെ മുന്നോട്ട് പോയി. ഇത്തനി ഹിമ്മത്ത് ചെയ്യന. ഈ തരത്തിൽ ഭർത്താവിനോട് പുരുഷന്മാരോട് പറയണമെങ്കിൽ എളുപ്പമായിരിക്കുന്ന സംഭവമാണോ? അത്രയും ധൈര്യം വേണ്ടേ? बाबा के सामने कितने हंगामे हुए.
ബാബയുടെ മുന്നിൽ എത്രമാത്രം ഈ തരത്തിൽ കോലാഹലങ്ങൾ പ്രശ്നങ്ങൾ സംഭവിച്ചു. ബാബാക്കോ കബി രഞ്ജ് ഹുവാ ദേഖാ, അമേരിക്ക തക്ക് അഖബാറോ മേ നിക്കൽ ഗയ. എങ്കിലും ബ്രഹ്മബാബയെ നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ദുഃഖിച്ച കാര്യങ്ങൾ കണ്ടിട്ടുണ്ടോ? അമേരിക്കയിൽ ഒരു പത്രത്തിൽ ഇങ്ങനെ ചീത്തപ്പേരാക്കിയതായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഭാരതത്തിൽ ഒരു ദാദാ ലേഖരാജ് എന്നുള്ള വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന് 16,108 രാജ്ഞിമാർ വേണം. പിന്നെ പലതരത്തിൽ നിന്നയുടെ കാര്യങ്ങളെ പ്രകടമാക്കിയിരുന്നു. എങ്കിലും ബ്രഹ്മബാബയ്ക്ക് സന്തോഷം തന്നെ. അപ്പോൾ ബ്രഹ്മബാബ ആ പത്രക്കാരോട് വിഷയം അറിയിച്ചു. നിങ്ങൾക്ക് വളരെയധികം താങ്ക്സാണ്. എന്തുകൊണ്ട് നന്ദി? കാരണം പൈസയൊന്നും തരാതെ ഈശ്വരൻ്റെ പേരും എൻ്റെ പേര് നിങ്ങൾ പ്രസിദ്ധമാക്കില്ലേ, പ്രകടമാക്കില്ലേ എന്നുള്ളു, പ്രസരിപ്പിച്ചു എന്നുള്ളു. ബ്രഹ്മബാബയ്ക്ക് ഒരു തരത്തിലും വിഷമമുണ്ടായിട്ടില്ല, ദുഃഖമുണ്ടായിട്ടില്ല. എന്തുകൊണ്ട്? ഇത് ഈശ്വരൻ്റെ പ്രവർത്തനമാണ്. നത്തിങ് ന്യൂ എന്ന് ബാബ പറയും, പുതിയതൊന്നുമല്ല. ഏതോ കൽ പേലെ മുവാഫിക് ഹോത്താ, ഇസ്മേ ഡർനെ കി ക്യാ ബാത് ഹേ. ബ്രഹ്മബാബ ദൃഢതയുള്ളവരായി. ഇത് കൽപ്പത്തിന് മുൻപും കൂടി ഇത്തരത്തിൽ സംഭവിച്ചതായിരുന്നു. ഇതിൽ ഭയക്കേണ്ട ഏത് കാര്യമാണ് ഉണ്ടായിരിക്കുന്നത്? ഹംകോ തോ അപ്പനെ ബാപ് സെ വർഷ ലേന. ബ്രഹ്മബാബയ്ക്ക് ഈ തരത്തിലുള്ള ലഹരി ലക്ഷ്യം. എനിക്കാണെങ്കിലോ ആരെന്ത് ആക്ഷേപിച്ചാലോ എന്ന് പറഞ്ഞിരുന്നാലോ നിന്ദിച്ചാലോ എനിക്ക് എൻ്റെ സ്വന്തം അച്ഛനിൽ നിന്നും സമ്പത്ത് നേടണം. അപ്പനി രചനാക്കോ ബച്ചാന. ഇനി തൻ്റെ രചനയെ എന്താ ബാബയുടെ ജ്ഞാനം കേട്ട് മനസ്സിലാക്കിയ മക്കൾ ആരാണോ അവരെയും കൂടി സംരക്ഷിക്കണം. പവിത്രതയുടെ കാര്യത്തിലാണ് സംരക്ഷിക്കേണ്ടത്. ബാപ്പ് ജാനത്തെ ഹേ സാരി ക്രിയേഷൻ ഈ സമയ പതീത്. ബാബയ്ക്കറിയാ മുഴുവൻ ക്രിയേഷൻ ഈ സമയത്ത് പതീതമാണ്. രചന എല്ലാവരും മൊത്തം ഈ ലോകത്തിൽ പതീതരായിരിക്കും. മുझे ही सबको पावन बनाना. बाप को ही सब कहते हैं पतिता पावन, लिबरेटर आओ तो उनको ही तरस पड़ता. അന്നേരം ശിവബാബ മനസ്സിലാക്കി എനിക്ക് തന്നെയാണ് എൻ്റെ രചനയെ എല്ലാവരെയും പാവനമാക്കി മാറ്റേണ്ടത്. ബാബയ്ക്ക് തന്നെ, ബാബയോട് തന്നെ ഇല്ല എല്ലാവരും ഇങ്ങനെ പറഞ്ഞിരുന്നത്. ബാബയെ തന്നെയല്ലേ ഇത്തരത്തിൽ ഓർമ്മിച്ച് പ്രാർത്ഥിച്ചതായിരുന്നു. അല്ലയോ പതിത പാവന മുക്തേശ്വരൻ വരൂ. നേരം നിങ്ങളെത്രയോ സ്നേഹത്തിലൂടെ ഓർമ്മിച്ച് ബാബയെ ക്ഷണിച്ചപ്പോൾ ബാബയ്ക്ക് ദയ കാണിക്കേണ്ട സമയം വന്നു. ഈ സമയത്ത് ബാബയ്ക്ക് മാത്രമാണ് ദയുണ്ടാകുന്നത്, എല്ലാ മക്കളെയും പാവനമാക്കി മാറ്റാൻ. रहम दिल है ना तो बाबा समझाते बच्चे कोई भी बात में डरो मत. ബാബ ദയാഹൃദയി ദയയുടെ സാഗരമല്ലേ. അപ്പോൾ ബാബ മക്കളോട് പറയുകയും ചെയ്തു, സൂചിപ്പിച്ചു, കുട്ടികളെ പവിത്രതയുടെ കാര്യത്തിൽ എന്ത് സംഭവിച്ചിരുന്നാലോ നിങ്ങൾ പേടിക്കരുത്, ഭയക്കല്ലേ. ഡർനെ സേ ഇത്തന ഊഞ്ച് പത് പാ നഹീ സക്കി. അയ്യോ എന്ത് ചെയ്യുക, അവരിങ്ങനെ പറയുന്നുണ്ടല്ലോ, എൻ്റെ ഭർത്താവ് ഇങ്ങനെ വിഷമിപ്പിക്കുന്നുണ്ടല്ലോ, മുതിർന്നവരിങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ ജീവിക്കാൻ പറ്റുമോ? അന്നേരം ബാബ പറയുന്നു, നിങ്ങൾ ഒരു പക്ഷേ ഇക്കാര്യത്തിൽ പവിത്രതയുടെ വിഷയത്തിൽ ഭയപ്പെടുകയാണെങ്കിൽ ഈ തരത്തിൽ ഉയർന്ന പദവി ഒരിക്കലും നേടാൻ സാധ്യമാവുകയില്ല. മാതാവും पर ही अत्याचार होते, ये भी निशानी है द्रौपदी को नंगन करते थे. മാതാക്കളിലാണ് അത്യാചാരങ്ങളെല്ലാം സംഭവിക്കുമായിരുന്നു. ഇത് നമുക്ക് ഒരു അടയാളമാണ്, ഒരു ഉദാഹരണമാണ്. ഇപ്പോൾ ശാസ്ത്രങ്ങളിൽ കേട്ടിരിക്കുന്നത് ദ്രൗപദിയെ നഗ്നമാക്കുമായിരുന്നു ദുശ്യാസനൻ. വസ്ത്രാഭരണത്തിൻ്റെ കാര്യത്തിൽ മഹാസഭയിൽ അനേക മഹാരഥികളെല്ലാം ഇരുന്ന ആ ഒരു ദൃശ്യത്തെക്കുറിച്ച് ബാബ ഓർമ്മപ്പെടുത്തുന്നു. വാസ്തവത്തിൽ പവിത്രതയുടെ പരീക്ഷണം ഈ സമയത്ത് ആത്മാരൂപി ദ്രൗപദിയരായിരിക്കുന്ന നിങ്ങൾ കുട്ടികളിൽ സംഭവിച്ചതാണ്. ബാപ്പ് 21 ജന്മം के लिए നങ്കൻ होने से बचाते. ബാബയാണെങ്കിലോ 21 ജന്മങ്ങൾക്ക് വേണ്ടി നഗ്നരാകുന്നതിൽ നിന്നും സംരക്ഷിക്കും. പവിത്രതയുടെ ജീവിതം വരദാന രൂപത്തിൽ നൽകും.
दुनिया इन बातों को जानती नहीं, പതീത് തമോപ്രധാൻ പുരാനി സൃഷ്ടി ബന്നി ഹി ഹെ. പക്ഷേ ലോകത്തിലുള്ളവർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും തന്നെ തീരെ അറിയില്ല. നീ പതീത തമോപ്രധാന പഴയ സൃഷ്ടി ഇത് ആവുന്നെ വേണം. എന്തായിരുന്നാലും ബാബ മുരളിയിൽ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, ഏത് കാര്യമാണെങ്കിലും പുതിയതായിട്ട് ശാശ്വതമായിരിക്കാൻ കഴിയില്ല. അത് അതിൻ്റെ ശക്തി, ഒറിജിനാലിറ്റി, അവസ്ഥ മാറ്റുവതോ മാറിക്കൊണ്ടേയിരിക്കുന്നു. സത്തോ പ്രധാന, സത്തോ സാമാന്യ, രജോ തമോ അവസ്ഥയിൽ മാറുവന്നെ ചെയ്യൂ. ഹർ ചീസ് നൈ സെ ഫിർ പുരാനി ജറൂർ ഹോങ്കി. അപ്പോൾ ഓരോ സാധനം, എല്ലാ സാധനങ്ങളും പുതിയതാകും, പുതിയതിൽ നിന്നു തീർച്ചയായിട്ടും പഴയതായി മാറും. പുരാനെ ഘർ കോ ഛോഡന ഹി പड़ता, നൈ ദുനിയ ഗോൾഡൻ ഏജ്, പുരാനി ദുനിയ അയൺ ഏജ്. സദൈവ് തോ രഹ് നാ സകേ നാ. പഴയ ലോകത്തെ എന്തായിരുന്നാലും ഉപേക്ഷിക്കുവന്നെ വേണ്ടി വരൂ. പുതിയ ലോകം സ്വർണിമയുഗം, പഴയ ലോകം ഇരുമ്പ് യുഗം. സദാകാലത്തേക്ക് ഇരുമ്പ് യുഗവും ഉണ്ടായിരിക്കാൻ സാധ്യമല്ല, സദാ സത്യുഗം അഥവാ സ്വർണിമയുഗവും ഉണ്ടാവാൻ സാധ്യമല്ല. മാറും, മാറ്റങ്ങളുണ്ടാകും. സ്വർണിമയുഗം പിന്നെ വെള്ളിയുഗമായി മാറും, വെള്ളി ചെമ്പ് യുഗമായി മാറും, ചെമ്പ് ഇരുമ്പ്, ഇരുമ്പിൽ നിന്ന് വീണ്ടും വജ്രയുഗം അഥവാ ഡയമണ്ട് ഏജ് ആകും. तुम बच्चे जानते हो ये सृष्टि चक्र है, ദേവീ ദേവതാओं के राज्य की फिर से स्थापन हो रही. നിങ്ങൾ കുട്ടികൾക്ക് വിവരം മനസ്സിലായിരിക്കുന്നു, ഇത് സൃഷ്ടിയുടെ ചക്രമാണ്, ചക്രീയ പ്രവർത്തനമാണ്. അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കൂടി ഈ ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. വീണ്ടും ദേവീ ദേവത ആത്മാക്കളുടെ രാജ്യം പുനർസ്ഥാപിക്കപ്പെടും. ബാപ്പ് ബി കേത്തെ ഫിർ സെ തുമക്കോ ഗീതാ ജ്ഞാൻ സുനാത്ത്. ബാബയും കൂടി പറയാണ്, ഭഗവാൻ പറയാണ്, ഞാൻ വീണ്ടും നിങ്ങൾ കുട്ടികൾക്ക് ഗീതയുടെ ജ്ഞാനം ഉപദേശിക്കും. യഹാ രാവണ രാജ്യ മേ ദുഃഖ ഹേ, രാമരാജ്യ കിസ്കോ കഹാ ജാത്ത യേ ഭി കോയി സമജ്തേ നഹീ. ഇവിടെ രാവണൻ്റെ രാജ്യത്തിൽ ദുഃഖമാണ്. രാമരാജ്യമെന്ന് ഏത് രാജ്യത്തെയാണ് പറയുന്നത്? ആർക്കും ഒരു പിടിയില്ല. ബാബ കേത്തെ മൈ സ്വർഗ അഥവാ രാമരാജ്യക്ക് സ്ഥാപന കർണെ ആയ. ബാബ ഓർമ്മപ്പെടുത്തുന്നു, കുട്ടികളെ, ഞാൻ സ്വർഗം അഥവാ രാമരാജ്യം സ്ഥാപിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. തും ബച്ചോं ने अनेक बार राज्य लिया और फिर गवाया. അപ്പോൾ ഞങ്ങളുടെ ചരിത്രത്തെക്കുറിച്ച് ബാബ ഓർമ്മപ്പെടുത്തുന്നു, കുട്ടികളെ, നിങ്ങൾ അനേക പ്രാവശ്യം രാജ്യം നേടി, പിന്നീട് അതേ സാമ്രാജ്യത്തെ നഷ്ടപ്പെട്ടതുമാണ്. ये सबके बुद्धि में है. 21 जन्म सतयुग में हम रहते, उसको कहा जाता 21 पीढ़ी, अर्थात जब वृद्ध अवस्था होती है तब शरीर छोड़ते. 21 ജന്മങ്ങൾ സത്യുഗത്തിൽ നാം വളരെയധികം സുഖികളായിരിക്കും. അപ്പോൾ 21 വംശം എന്നാണ് പറയുന്നത്, തലമുറകൾ. ചില വൃദ്ധാവസ്ഥ വരെ നമുക്ക് ഒരു തരത്തിലും പ്രശ്നം ഉണ്ടാവില്ല. 150 വർഷ ആയുസ് പൂർണ്ണമാകുമ്പോൾ പഴയ ശരീരത്തെ ഉപേക്ഷിക്കും. അതുവരെ ഇടയിൽ ഒരു രീതിയിലും അസുഖങ്ങളോ പ്രശ്നങ്ങളോ ഒരു രീതിയിലും നമുക്ക് ദുഃഖങ്ങൾ വരില്ല. അകാല മൃത്യു കബി ഹോത്തി നഹി. ഇനി സത്യുഗത്തിൽ അകാല മൃത്യു ഒരിക്കലും സംഭവിക്കേയില്ല. ഇപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക, സത്യുഗത്തിൻ്റെ വിശേഷ മഹത്വം, അതുപോലെ തന്നെ ജീവിത കാര്യങ്ങൾ, സുഖജീവിതം എത്രമാത്രം വിശേഷമായിരിക്കുന്നു. अब तुम जैसे त्रिकालदर्शी बन गए, तुम जानते हो शिव बाबा कौन. ഈ സമയത്ത് നിങ്ങൾ ഈ എല്ലാ ജ്ഞാനവും മനസ്സിലാക്കിയ ത്രികാലദർശികളായിരിക്കുന്നു. നിങ്ങൾക്കറിയാം ശിവ് ബാബ ആരാണ്? ശിവ് ബാബ ആരായിരിക്കുന്നു? സൃഷ്ടി നാടകത്തിൻ്റെ ഡയറക്ടറാണ്, രചയിതാവാണ്.
നാമെല്ലാ ആത്മാക്കളുടെ അച്ഛനാണ്. शिव के मंदिर भी ढेर बनाए, मूर्ति तो घर में भी रख सकते ना. അപ്പോൾ ശിവക്ഷേത്രങ്ങൾ ധാരാളം നിർമ്മിച്ചു. അപ്പോൾ ശിവൻ്റെ ലിംഗം അഥവാ മൂർത്തി വീട്ടിലും കൂടി വയ്ക്കാൻ സാധിക്കുമല്ലോ. പരന്തു ഭക്തി മാർഗ് കി ബി ഡ്രാമേ നൂന്ത്. അപ്പോൾ ശിവക്ഷേത്രങ്ങളെ പണിതു. 12 ശിവക്ഷേത്രങ്ങൾ വളരെ പ്രസിദ്ധമായിരിക്കുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ട് ശിവക്ഷേത്രങ്ങൾ പണിത് ശിവലിംഗങ്ങളെ പ്രതിഷ്ഠാപിച്ച് പൂജാകാര്യങ്ങൾ ആരാധനയല്ല നടത്തുന്നത്, ഡ്രാമയിൽ സുനിശ്ചിതമായിരിക്കുന്ന കാര്യങ്ങളാണ്. बुद्धि से काम लिया जाए, कृष्ण की अथवा शिव की मूर्ति घर में भी रख सकते ना. അപ്പോൾ ഇതെല്ലാം ബുദ്ധി കൊണ്ട് ഞങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട കാര്യങ്ങളാണ്. കൃഷ്ണനായിക്കോട്ടെ അഥവാ ശിവൻ്റെ മൂർത്തി അഥവാ ശിവലിംഗമായിക്കോട്ടെ വീട്ടിലും കൂടി വെച്ച് നമുക്ക് ആരാധിക്കാൻ പറ്റുമല്ലോ. ചീസ് തോ ഏക് ഹി ഹേ. ക്ഷേത്രത്തിലായിക്കോട്ടെ അമ്പലത്തിലായിക്കോട്ടെ വീട്ടിലായിക്കോട്ടെ നിങ്ങൾ മൂർത്തി വെച്ച് ഭക്തി ചെയ്തു കൂടെ? സംഭവമല്ല, ഒന്നും തന്നെയല്ലേ. ഫിർ ഇത്തന ദൂര ദൂർ ക്യോं ജാത്തെ. എങ്കിലും ദൂരെ ദൂരെ സ്ഥാനങ്ങളിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ശിവക്ഷേത്രങ്ങളിലേക്ക് എന്തുകൊണ്ട് ഭക്തന്മാർ പോകേണ്ട ആവശ്യം? വീട്ടിൽ തന്നെ പൂജിച്ചാൻ പറ്റുമായിരുന്നല്ലോ. രാവണ രാജ്യക്കാ ഭീ ഭവക്കാ ദേക്കോ കിത്തന. അപ്പോൾ ഇതെല്ലാം ഒരു ഭക്തിയുടെ പാർട്ടാണ്. രാവണൻ്റെ രാജ്യത്തിൻ്റെ ഷോ കാണുന്നില്ലേ? എത്രമാത്രം എല്ലാ രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. യേ ഹേ പിച്ചാടി ക ബബുക്ക. രാമരാജ്യത്വ സത്യുഗമേത്ത. ഇതെല്ലാം അവസാന സമയത്തിൻ്റെ ആഡംബരങ്ങളാണ്. അപ്പോൾ രാമരാജ്യം സത്യുഗത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഈ തരത്തിൽ ഭക്തിയുടെ ആഡംബരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സദാ സുഖി ജീവിതമാണ്. ചൈതന്യരൂപത്തിൽ ദേവീദേവന്മാർ ജീവിതത്തിൽ എല്ലാ സുഖാനുഭവങ്ങളെ ചെയ്യുമായിരുന്നു. വഹാ യഹ് വിമാൻ ആദി സബ് ഥേ, ഫിർ യേ സബ് ഗും ഹോ ഗേ. ഇനി സത്യുഗത്തിലോ ത്രേതായുഗത്തിലോ വിമാനങ്ങളില്ല എന്ന് വിചാരിക്കല്ലേ. അവിടെ എല്ലാവർക്കും പുഷ്പക വിമാനങ്ങളുണ്ടായിരുന്നു. അപ്പം അത്രയോ വിശേഷ സങ്കല്പശക്തി തീവ്രമായിരുന്നു, തീക്ഷ്ണമായിരുന്നു. സ്വയം തന്നെ വിമാനത്തെ നടത്തിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. പിന്നീടാണ് വിമാനങ്ങളെല്ലാം ഇല്ലാതെയായത്. അപ്പോൾ ദ്വാപരയുഗത്തിലേക്ക് എത്തിയപ്പോൾ വിമാനങ്ങളില്ല. പിന്നീടാണ് റൈറ്റ് ബ്രദേഴ്സ് വിമാനങ്ങളെ കണ്ടുപിടിച്ച്. വാസ്തവത്തിൽ ഇത് സത്യുഗത്തിലുണ്ടായിരുന്ന ഒരു വിശേഷ ദേവതാ ആത്മാക്കൾ നിത്യം ഉപയോഗിച്ച വിമാനങ്ങളാണ് അഥവാ വാഹന സൗകര്യങ്ങൾ. ആകാശമാർഗത്തിലൂടെ സഞ്ചാരമായിരുന്നു. രാമരാജ്യത്വ സത്യുഗമേ था, वहाँ ये विमान आदि सब थे, फिर ये सब गुम हो गए, फिर इस समय सब निकले. പിന്നീട് അവസാനം അപ്പോൾ ഇതെല്ലാം ഇന്ന് വന്നിരിക്കുന്നു വിജ്ഞാനത്തിൻ്റെ ബലത്തിലൂടെ. അന്ന് സയൻസ് റിഫൈൻഡ് ആയിരുന്നല്ലോ, അതുകൊണ്ട് എല്ലാ സൗകര്യങ്ങൾ സ്വാഭാവികമായി ഉണ്ടായിരുന്നു. अब ये सब सीख रहे हैं, जो सीखने वाले हैं वो संस्कार ले जाएंगे. ഇപ്പോൾ വിമാന കണ്ടുപിടുത്തങ്ങൾ, ആവിഷ്കാരങ്ങൾ ഇതെല്ലാം വിജ്ഞാനത്തിൻ്റെ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണോ പഠിക്കുന്നത് ആ സംസ്കാരം കൊണ്ട് ഇവർ സത്യുഗത്തിലേക്ക് പോകും. വഹാക്ക് ഫിർ വിമാൻ ബനായെങ്കിൽ. ഇപ്പോൾ വിമാനം കണ്ടുപിടിക്കുന്ന അനേക ആത്മാക്കൾ ആ സംസ്കാരം കൊണ്ട് സത്യുഗത്തിലേക്ക് പോകും. അവിടെ പോയി ഇത്തരത്തിൽ പുഷ്പക വിമാനങ്ങൾ, ആക്സിഡൻറ്റ് പ്രൂഫായിരിക്കുന്ന വിമാനങ്ങളെ നിർമ്മിക്കും. യഹ് ഭവിഷ്യമേ തുമക്കോ സുഖ് ദേനെ വാലി ചീസ്, യേ സയൻസ് ഫിർ തുമക്കോ കാമായേഗി. ഇത് ഭാവിയിൽ നിങ്ങൾക്ക് സുഖം നൽകുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇന്ന് വിമാനമുണ്ട് അനേക തരത്തിൽ. അപ്പോൾ അത്രയും റീഫൈൻഡ് സ്റ്റേജാണ്. ഇതിനേക്കാൾ റീഫൈൻഡ് വിമാനങ്ങൾ സത്യുഗത്തിൽ നിർമ്മിക്കപ്പെടുന്നു. അപ്പോൾ ദേവതാ ആത്മാക്കളുടെ സുഖത്തിന് വേണ്ടി കൊണ്ട് ബാബ പറയുന്നു, വിജ്ഞാനം മോശമല്ല, വിജ്ഞാനം കൂടി ഉപയോഗപ്രദമാണ്. अभी यह साइंस दुख के लिए, फिर वहाँ सुख के लिए होंगी.
ഇന്ന് വർത്തമാന സമയത്ത് വിജ്ഞാനം എന്തിനു വേണ്ടിയിട്ടാണ്? ദുഃഖത്തിന് വേണ്ടി. കാരണം ഇന്ന് അനേക ആവിഷ്കാരങ്ങൾ ദുഃഖമുണ്ടാക്കാനാണ്. ബോംസ് മുതലായ കാര്യങ്ങൾ മനുഷ്യരെ കൊല്ലാൻ വേണ്ടി കൊണ്ട് ബാബ പറയുന്നു, സത്യുഗത്തിലാണെങ്കിലോ നിങ്ങൾക്ക് സർവ്വ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വിജ്ഞാനം ഒരുങ്ങിയിരിക്കുന്നത്. अभी स्थापना हो रही है, बाप नई दुनिया के लिए राजधानी स्थापन करते तो बच्चों को महावीर बनना. ഇപ്പോൾ പുനർസ്ഥാപനാ കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാബ പുതിയ ലോകത്തിന് വേണ്ടി രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അനേക പ്രശ്നങ്ങൾ അഥവാ പ്രതിസന്ധികൾ വരാം. പക്ഷെ മക്കൾ മഹാവീരന്മാരായിരിക്കണം, നല്ല സമർത്ഥർ, ശക്തിശാലിയർ. दुनिया में ये थोड़े ही कोई जानते कि भगवान आया हुआ. ഭഗവാൻ വന്നിരിക്കുന്നു എന്നുള്ള സത്യം ലോകത്തിലുള്ളവർക്കൊന്നും അറിയില്ല. അറിയുകയാണെങ്കിൽ എല്ലാവരും ഓടി വരില്ലേ മനസ്സിലാക്കാൻ വേണ്ടി. ബാബ कहते गृहस्थ व्यवहार में रहते कमल फूल समान पवित्र रहो, इसमें डरने की बात नहीं है. ബാബ പറയാണ്, ഗൃഹസ്ഥ വ്യവഹാരത്തിലിരുന്നു കൊണ്ട് താമരപുഷ്പ സമാന പവിത്രരായി ജീവിക്കും. ഇതിൽ ഭയക്കേണ്ട യാതൊരു കാര്യവുമില്ല. करके गाली देंगे, गाली तो इनको भी बहुत मिली. അനേക ആക്ഷേപങ്ങളെ പറയൂ, നിന്ദിക്കൂ, പ്രശ്നങ്ങളുണ്ടാക്കൂ. പറഞ്ഞു നിങ്ങൾക്കൊന്നും അല്ലല്ലോ, നിങ്ങൾക്കും ഏതു തരത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കി. അതുപോലെ ഇദ്ദേഹത്തിനും കൂടി അനേക തരത്തിലുള്ള പരിതസ്ഥിതികൾ പവിത്രതയുടെ കാര്യത്തിൽ അവർ സഹിച്ചില്ലേ. പ്രശ്നങ്ങളുണ്ടാക്കുമ്പോൾ അഥവാ അനേകർ ആക്ഷേപങ്ങളെല്ലാം പറയുമ്പോൾ ബ്രഹ്മബാബ ഒരു തരത്തിൽ വിഷമിക്കാതെ ധൈര്യത്തിലൂടെ പരിതസ്ഥിതികളെ നേരിട്ടു. കൃഷ്ണനെ ഗാലി ഖായി ഐസ ദിക്കാത്തെ. അപ്പോൾ ശാസ്ത്രങ്ങളിൽ എന്ത് ചെയ്തു? ശ്രീകൃഷ്ണൻ്റെ ആത്മാ ജീവിത നാടകത്തിൻ്റെ അവസാനത്തിൻ്റെ ജന്മത്തിൽ സ്വയം ഭഗവാൻ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ പല പ്രശ്നങ്ങൾ ജനങ്ങളുണ്ടാക്കി. അപ്പോൾ വാസ്തവത്തിൽ ബ്രഹ്മബാബയാണ് ആക്ഷേപങ്ങളെ നിന്നെയെല്ലാം അനുഭവിച്ചത്. അപ്പോൾ അതിന് ശാസ്ത്രത്തിൽ എന്ത് ചെയ്തു? ശ്രീകൃഷ്ണൻ്റെ കാര്യത്തിൽ 16,108 രാജ്ഞിമാരുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. ഇപ്പോൾ കംസനെ കൊന്നു, സ്വദർശന ചക്രത്തെ പ്രയോഗം ചെയ്തു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ചില ആക്ഷേപങ്ങളെ പറഞ്ഞിരിക്കുന്നത്. अब കൃഷ്ണ तो गाली खाना सके. പവിത്രനായിരിക്കുന്ന, അതുപോലെ തന്നെ ഗുണസമ്പന്നനായിരിക്കുന്ന, ശക്തി സമ്പന്നനായിരിക്കുന്ന, ദേവതാ ആത്മാവായിരിക്കുന്ന ശ്രീകൃഷ്ണന് ഒരിക്കലും ആക്ഷേപങ്ങളെ ഒന്നും അനുഭവിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സുന്ദരനാണ്, ജീവിതത്തിൽ എല്ലാ സുഖങ്ങളും ഉണ്ടാകുമ്പോൾ ആരാക്ഷേപം പറയാൻ? ഗാലിത്തോ കലിയുഗമേ ഖാത്തേന. അപ്പോൾ എപ്പോഴാണ് ഈ എല്ലാ തരത്തിലുള്ള ആക്ഷേപങ്ങളെ അനുഭവിക്കേണ്ടി വന്നത്? കലിയുഗത്തിലാണ്. കലിയുഗത്തിൻ്റെ അവസാനത്തിൻ്റെ ജന്മത്തിൽ. തുമാര റൂപ് ജോ അഭി ഹേ ഫിർ കൽപ്പ് കെ ബാദ് ഈ സമയ ഹോങ്ക. ഇന്ന് വർത്തമാന സമയത്ത് നിങ്ങൾക്കുണ്ടായിരിക്കുന്ന രൂപം ഏതാണോ ഇത് കൽപ്പത്തിന് ശേഷം ഇതേ കലിയുഗത്തിൻ്റെ അവസാന സമയത്ത് ഇതേ സ്വരൂപം ഉണ്ടാകും, ചില ഇതേ ശരീരം ഉണ്ടാകും. ബീച്ച് കബി ഹോ നാ സക്കെ. ഇതേ തരത്തിലുള്ള ശരീരം ഇനി ഇടയിൽ ജീവിത നാടകത്തിൻ്റെ ഇടയിലുണ്ടാവണോ? ബാബ പറയുന്നു ഒരിക്കലും അസംഭവ്യമാണ്, സാധിക്കാത്ത വിഷയം. ജനം ബൈ ജനം ഫീച്ചേഴ്സ് ബദൽത്തെ ജാത്തെ യേ ഡ്രാമ ബനാ ഹുവ. ഡ്രസ്സ്, ശരീരമാകുന്ന ഡ്രസ്സ് മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡ്രാമയാണ്. 84 जन्मों में जो फीचर्स वाले जन्म लिए वही लेंगे. 84 ജന്മങ്ങളിൽ ഏതെല്ലാം സ്വരൂപങ്ങളത്തോ ശരീരരൂപി വസ്ത്രങ്ങൾ നിങ്ങൾ ധാരണ ചെയ്തതായിരുന്നുവോ അത് തന്നെയാണ് വീണ്ടും ഇനി അടുത്ത കൽപ്പത്തിലും നിങ്ങൾ നേടാൻ പോകുന്നത്. अब तुम जानते हो यही फीचर्स बदल दूसरे जन्म में ये लक्ष्मी नारायण के फीचर्स हो जाएंगे. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കിയിരിക്കുന്നു, ബ്രഹ്മബാബ ജഗദംബ സരസ്വതിയുടെ ഈ ശരീരങ്ങൾ മാറി സത്യുഗത്തിൽ ലക്ഷ്മി നാരായണൻ്റെ ശരീരങ്ങളായി പരിവർത്തനപ്പെടും. തുമാരി ബുദ്ധി കാ അബ് താല ഖുലാ ഹുവ.
യേ ഹെ നയി ബാത്ത്. നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയുടെ പൂട്ടിപ്പിടി തുറന്നിരിക്കുന്നു. ഇതെല്ലാം പുതിയ കാര്യങ്ങളാണ്, ഇതുവരെ കേൾക്കാത്ത വിഷയം. ബാബാ ബി നയ ബാത്തേ ബി നയി. ഏതെല്ലാം പുതിയ കാര്യങ്ങൾ? ബാബയും പുതിയവരാണ്. ബാബ പറഞ്ഞു തരുന്ന കാര്യങ്ങളും കൂടി പുതിയതായിരിക്കുന്നു. ഏ ബാത്തേ കിസ്കി സമജ് മേ ജൽദി നഹി ആത്തി. പക്ഷേ സത്യമായ ഈ കാര്യങ്ങൾ പെട്ടെന്ന് ആരുടെ ബുദ്ധിയിൽ വരുന്നില്ല, മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. ജബ് തക്ദീർ മേ ഹോ തബ് കുച്ച് സമझे. ഭാഗ്യത്തിലുണ്ടാവുകയാണെങ്കിലല്ലേ ഇതെല്ലാം തിരിച്ചറിയാൻ. ബാക്കി മഹാവീർ ഉൻകോ കഹാ ജാത്ത. കിസ്കോ? ഇവരെയാണ് മഹാവീരന്മാരെന്ന് പറയുന്നത്. ആരാണവർ? ജോ കിത്നെ ബി തൂഫാനായേ ഹിലേനെ. ആരാണവർ? ആർക്കാണോ എത്രമാത്രം കൊടുംകാറ്റ് വീശിരുന്നാലും, പ്രശ്നങ്ങൾ വിപരീത പരിതസ്ഥിതികൾ സംഭവിച്ചിരുന്നാലും ഇളകാതെ ഇരിക്കുന്നവർ, ദൃഢമായി ഉറപ്പായിരിക്കുന്നവർ. അബ് വോ അവസ്ഥ ഹോനാ സക്കെ ഹോനി ഹെ സറൂർ. ഇപ്പോഴുവരെ ആ അവസ്ഥ ആയിട്ടില്ല, തീർച്ചയായിട്ടും ആവണം. ആണെങ്കിലല്ലേ നമുക്ക് സത്യയുഗത്തിലേക്ക് പോകാൻ കഴിയുക. മഹാവീർ കോയി തൂഫാൻ സെ ഡരേങ്കെ നഹീന. മഹാവീരന്മാർ ഒരിക്കലും കൊടുംകാറ്റ് വീശിയപ്പോഴേ ഭയക്കില്ലല്ലോ. वो अवस्था पिछाड़ी में होनी है, इसलिए गाया हुआ अतीन्द्रिय सुख गोप गोपियों से पूछ. ഈ അവസ്ഥ അവസാന സമയത്തിലാണ് ഉണ്ടാകുന്നത് കൊണ്ട് ഗായനം ഉണ്ടായിരിക്കുന്നു. അതീന്ദ്രിയ സുഖത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ ഗോപികയരോട് പോയി ചോദിക്കും, അന്വേഷിക്കും. ബാപ്പായേ ഹേ തും ബച്ചോं को स्वर्ग का लायक बनाने. ബാബ വന്നിരിക്കുകയാണ് നിങ്ങൾ കുട്ടികളെ സ്വർഗത്തിൻ്റെ യോഗ്യരാക്കി മാറ്റാൻ. കൽ പേലെ മിസൽ നരക കാ വിനാശ് തോ ഹോനാ ഹി ഹെ. കൽപ്പത്തിന് മുൻപ് സംഭവിച്ച തരത്തിൽ ഈ നരകത്തിൻ്റെ വിനാശം തീർച്ചയായിട്ടും സംഭവിക്കുക തന്നെ വേണം. സത്യുഗ് മേ തോ ഏക് ഹി ധർമ്മ ഹോങ്കാ ചാത്തെ ഭി ഹെ ന വന്നസ്. ഏക് ധർമ്മ ഹോനാ ചാഹിയെ. സത്യുഗത്തിൽ ഏകധർമ്മം മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. എല്ലാവരുടെയും പ്രതീക്ഷ എന്താണ്? നാം എല്ലാവരും ഒന്നാവണോ, വന്നസ് ഉണ്ടാവണോ എന്ന് വെച്ചിരുന്നാൽ ഒരു ധർമ്മം ഉണ്ടാവണമെന്ന്. ये भी किसको पता नहीं कि രാമരാജ്യ രാവണരാജ്യ അലഗ് അലഗ് ഹെ. രാമരാജ്യം രാവണൻ്റെ രാജ്യം വേറെ വേറെയാണ് എന്നുള്ളതും പോലും ഇന്നത്തെ മനുഷ്യന്മാർക്ക് അറിയില്ല. अब बाप से पूरा निश्चय है तो श्रीमत पर चलना पड़े. ഇപ്പോൾ ബാബയോട് പൂർണ്ണ നിശ്ചയമില്ലേ? ബാബയോട് പൂർണ്ണ നിശ്ചയം ഉണ്ടാവുകയാണെങ്കിൽ ശ്രീമത്തത്തിലൂടെ പ്രവർത്തിക്കേണ്ടി വരും, നടക്കേണ്ടി വരും. ഇപ്പോൾ എല്ലാവർക്കും ബാബയോട് നിശ്ചയമുണ്ടല്ലോ, അന്നേരം ശ്രീമതം അനുസരിക്കണം. हर एक की नब्ज देखी जाती है, उस अनुसार फिर राय भी दी जाती. അപ്പോൾ എല്ലാവരുടെയും നാടി നോക്കുന്നു, ഇവർക്ക് ബാബയുടെ ഈശ്വരീയ ജ്ഞാനം ഉൾക്കൊള്ളാൻ സാധിക്കുമോ? അത് നോക്കിയിട്ടാണ് പിന്നീട് ജ്ഞാനത്തിൻ്റെ സത്യം മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഏത് തരത്തിൽ ഞങ്ങൾ ശ്രീമത്തത്തെ ഫോളോ ചെയ്യേണ്ടത് നിർദ്ദേശങ്ങൾ നൽകുന്നു. ഇതുപോലെ ഡോക്ടർമാർ നാടി നോക്കിയിട്ടല്ല ഔഷധം കൊടുക്കുക. അതുപോലെ തന്നെ ബാബയും ശ്രീമതം മക്കൾക്ക് എങ്ങനെയാണ് നൽകുന്നത്, മക്കൾക്ക് സഹിക്കാൻ പറ്റുമോ, അനുസരിച്ച് അതിനെ നടത്താൻ പറ്റുമോ, ആ വഴിയിലൂടെ പോകാൻ കഴിയുമോ നോക്കിയിട്ട് അവരോട് നിർദ്ദേശങ്ങൾ നൽകും. बाबा ने भी बच्चे को कहा अगर शादी करनी हो तो जाकर करो. അപ്പോൾ ബാബ മക്കളോട് പറഞ്ഞിരിക്കുന്നു, ഒരു പക്ഷേ വിവാഹം കഴിക്കണമെങ്കിൽ പോയിട്ട് കഴിച്ചോളൂ, ചെയ്തോളൂ, അതിലെന്താ പ്രശ്നം? बहुत मित्र संबंधी आदि बैठे उनको शादी करा देंगे. ഇപ്പോൾ അനേക ധാരാളം മിത്ര സംബന്ധി മുതലായവർ ഇരുന്നിരിക്കുന്നു,
വിവാഹത്തിൻ്റെ കാര്യത്തിൽ താല്പര്യമുള്ളവർ രക്ഷയില്ലാതെ അവർക്ക് ചെയ്യിക്കേണ്ടി വരും. അവരുമായിട്ട് നിങ്ങൾക്ക് വിവാഹം കഴിക്കാമല്ലോ, ചെയ്യിപ്പിക്കാമല്ലോ. ഫിർ കോയി ന കോയി നിക്കൽ പെടാ. ആ സമയത്ത് എക്സാമ്പിൾ ആകേണ്ടതായിരുന്നു ഞങ്ങളുടെ ഉഷാബേന്, രമേശ് ഭായി, അതുപോലെ ശുക്ലാബേന്, ഇപ്പോൾ അവരുടെ യുഗൽ, ഇപ്പോൾ അനേക തരത്തിൽ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. അവരുടെ വീട്ടുകളിൽ എതിർപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്തായിരുന്നാലും എക്സാമ്പിളായിരിക്കുന്ന ദമ്പതികൾ വേണോ യജ്ഞത്തിൽ. അപ്പോൾ കുടുംബത്തിൽ ഇരുന്നു കൊണ്ട് എങ്ങനെ പവിത്ര ജീവിതം നയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും, താമരപുഷ്പ സമാന ജീവിതം നയിക്കാൻ പറ്റുമോ എന്ന് കാണിക്കാൻ വേണ്ടി തെളിവുകൾ വേണ്ടത്. അപ്പം അങ്ങനെ ഡ്രാമാനുസാരം ആ സമയത്ത് കുറച്ച് ദമ്പതികൾക്ക് അഥവാ കന്യകമാരും അഥവാ കുമാർസും അവർക്ക് കല്യാണം കഴിച്ച് ബാബയുടെ വരദാനത്തിലൂടെ അവർ ആ ഒരു ബാബയുടെ നിർദ്ദേശങ്ങളെ അവരുടെ ജീവിതം മുഴുവനും ഗന്ധർവ രൂപത്തിൽ, ഗന്ധർവ വിവാഹത്തിൻ്റെ തരത്തിൽ ഫോളോ ചെയ്ത് വന്നിരിക്കുന്നു, തെളിവായിരിക്കുന്നു അഥവാ എക്സാമ്പിളായിരിക്കുന്നു. हर एक की नब्ज देखी जाती है. पूछते बाबा ये हालत है, हम पवित्र रहना चाहते, हमारे संबंधी हमको घर से निकालते, अब क्या करना. കൊണ്ട് ഓരോ സമയത്ത് ഓരോ കാര്യത്തിലും നാടി നോക്കേണ്ടി വരും. അപ്പോൾ ബാബയോട് മക്കൾ അനേകർ ചോദിക്കും, അന്വേഷിക്കും, ബാബ ഈ തരത്തിലുള്ള അവസ്ഥയാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്കാണെങ്കിൽ പവിത്രമായി ജീവിക്കാനാണ് ഇഷ്ടം. അപ്പം ഞങ്ങളുടെ പവിത്ര ജീവിതത്തിൽ ഒരുങ്ങിയിരിക്കുകയാണെങ്കിൽ വീട്ടിൽ നിന്നോ ഞങ്ങളുടെ അച്ഛനമ്മയോ അഥവാ സംബന്ധികൾ ആരാണോ അവർ വീട്ടിൽ നിന്ന് പുറത്തേക്കാക്കൂ. അപ്പം ഞാൻ എന്ത് ചെയ്യേണ്ടത് ബാബ. अरे ये भी पूछते हो पवित्र रहना, अगर नहीं रह सकते हो तो जाकर शादी करो. അന്നേരം ബാബ എന്താണ് പറയുന്നത്, ഇതും കൂടി നിങ്ങൾ ചോദിക്കണോ, പവിത്രരായി ഇരിക്കണമെന്നോ. ശരി, അപ്പോൾ നിങ്ങളുടെ വാക്കിലൂടെ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്, പവിത്രരായി ഇരിക്കാൻ സാധിച്ചില്ല എങ്കിൽ പോയിട്ട് വിവാഹം കഴിച്ചോളൂ എന്ന് ബാബ പറയുമായിരുന്നു. അച്ഛാ സമജോ കിസ് കിസ് സഗായി ഹുയി റാസി കർണ ഹർ ജാനെ. ബാബ പറയുന്നു, ബാബയുടെ യജ്ഞ തുടക്കത്തിൻ്റെ ആ സമയത്ത് ആരുടെയെങ്കിലും എൻഗേജ്മെൻ്റ് ആയിട്ടുണ്ട് എന്ന് വിചാരിച്ചോളൂ, നിശ്ചയം. അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റില്ല, അന്നേരം രക്ഷയില്ലാണ്ട് വിവാഹം കഴിച്ചോളൂ. ബാബ പറയും, ഇതെന്താ അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, സന്തുഷ്ടമായിരിക്കേ. അപ്പോൾ ബാബയുടെ നിയമം അനുസരിച്ച് നടന്നാൽ നല്ലത്. ഹത്തിയാല ജബ് ബാന്ധത്തെ ഹേ തോ ഉസ് സമയ കേത്തെ യേ പതി തുമാരാ ഗുരു. എന്താണ് താലിമാല കെട്ടുമ്പോൾ അഥവാ ഇവർ കല്യാണം കഴിച്ച് കൊടുക്കുമ്പോൾ ഇപ്പോൾ എന്താണ് ആ സമയത്തിൽ മുതിർന്നവർ പറയുന്നു അഥവാ കല്യാണം കഴിപ്പിക്കുന്ന ആൾ പറയുന്നു, പതി തന്നെ, ഭർത്താവ് തന്നെയാണ് നിൻ്റെ ഗുരു. അച്ഛാ തും ഉനസെ ലിഖ്വാലോ, ഗുരുവാണെങ്കിൽ ഗുരുവിനെ എഴുതിപ്പിച്ചോ, ഞാൻ ജീവിതകാലം മുഴുവനും പവിത്രമായി ജീവിക്കും, എൻ്റെ ആഗ്രഹം ഇതാണെന്നു. തും മാൻതി ഹോ മൈ തുമാര ഗുരു ഈശ്വർ ലിഖോ. നിങ്ങൾ ശരിക്കും എൻ്റെ ഗുരു ഈശ്വരനാണ് എന്നു വിശ്വസിക്കുകയാണെങ്കിൽ എൻ്റെ കരാറിന് നിങ്ങൾ ഒപ്പിട്ടുതാ, എഴുതിത്താ എന്ന് ധൈര്യത്തിലൂടെ ചോദിക്കണം. ആരാണ് കല്യാണം കഴിഞ്ഞ് പോകുന്ന കന്യകെ ഭർത്താവിനോട് പറയേണ്ട കാര്യമാണിത്. സമ്മതം മേടിക്കാൻ വേണ്ടി, പവിത്രമായി ജീവിക്കാൻ വേണ്ടി. അച്ഛാ അബ് മൈ ഹുക്കും ദേത്താ ഹും പവിത്ര രഹന. ഹിമ്മത്ത് ചെയ്യണം, ഈ തരത്തിൽ സംസാരിക്കാനോ കൈകാര്യം ചെയ്യാനോ ധൈര്യം വേണമല്ലോ. മഞ്ചിൽ ബഹുത്ത് ഭാരി. എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ആവശ്യം, അത് ഫോളോ ചെയ്യേണ്ടത്? ഞങ്ങൾ എത്താൻ പോകുന്ന ലക്ഷ്യം വളരെ വിശേഷപ്പെട്ടതാണ്, വലുതാണ്. ഈ തരത്തിലാവണമെങ്കിൽ ഞങ്ങൾ ഈ ജന്മത്തിൽ സംഗമയുഗീയ ജീവിതത്തിൽ പവിത്രരാവ് തന്നെ വേണം. പ്രാപ്തി ബഹുത്ത് ജബർദസ്ത്. അതുപോലെ തന്നെ പ്രാപ്തികൾ വളരെ വിശേഷപ്പെട്ടതായിരിക്കുന്നു. കാം കി ആഗ് തബ് ലഗ്തി ഹൈ ജബ് പ്രാപ്തി കാ പതാ നഹി. പ്രാപ്തി എന്താണ്, ഭാവിയിൽ നമുക്ക് പ്രാപ്തമാകാൻ പോകുന്ന സുഖങ്ങൾ എന്താണ്, ഇത് മനസ്സിലാക്കിയില്ല എങ്കിൽ ബാബ പറയുന്നു കാമാഗ്നി ജ്വലിക്കും. बाबा कहते इतनी बड़ी प्राप्ति होती है तो अगर एक जन्म पवित्र रहे तो क्या बड़ी बात. ബാബ മക്കളോട് ചോദിക്കുകയാണ്,
പ്രാപ്തികൾ ഏറ്റവും വലുതായിരിക്കുമ്പോൾ, മഹാപ്രാപ്തികളാകുമ്പോൾ ഒറ്റ ഒരു ജന്മത്തിൽ പവിത്രരായിരിക്കുക എന്നുള്ളത് എന്താണ് വലിയ സംഭവം. ഇത്രയും വർഷങ്ങൾ നിങ്ങൾ ജീവിച്ചു വന്നില്ലേ ദ്വാപരയുഗത്തിന് ശേഷം കലിയുഗ അവസാനം വരെ. എന്താണ് അത്രയും അത്യാഗ്രഹം പവിത്രതയുടെ കാര്യത്തിൽ, കാമവികാരത്തിൻ്റെ വിഷയത്തിൽ. हम तुम्हारे पति ईश्वर है, हमारी आज्ञा पर പവിത്ര रहना पड़ेगा. ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്, ഞാൻ നിങ്ങളുടെ പതി പരമേശ്വരനാണ്, പരമപതിയാകുന്നു. അപ്പോൾ എൻ്റെ ആജ്ഞ അനുസരിച്ച് നിങ്ങൾ നടക്കേണ്ടി വരുന്നു. ബാക്കി യുക്തിയാ ബത്താ ദേത്തെ. भारत में ये कायदा है, स्त्री को कहते तुम्हारा पति ईश्वर. ഇനി യുക്തികൾ ധാരാളം ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. അപ്പോൾ പവിത്രമായിരിക്കുന്ന മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ ഭാരതത്തിൻ്റെ നിയമം ഇത് എന്താണ്? സ്ത്രീയോട് പറഞ്ഞു കൊടുക്കുന്നു, കല്യാണത്തിൻ്റെ സമയത്ത് താലി കെട്ടി കൊടുക്കുന്ന സമയത്ത് പതിയാണ് നിൻ്റെ ഈശ്വരൻ എൻ. उनकी आज्ञा में रहना, पति का पाँव दबाना, क्योंकि समझते हैं ना लक्ष्मी ने भी नारायण के पाँव दबाए थे. അന്നേരം പതി പരമേശ്വരൻ ഈശ്വരനാണെങ്കിൽ ആ പതിയുടെ ആജ്ഞ അനുസരിച്ച് നടക്കേണ്ടി വരൂ. ചില സമയത്ത് കാലും അമർത്തേണ്ടി വരൂ. അപ്പോൾ എന്തുകൊണ്ടെന്നാൽ നാം എല്ലാവരും കേട്ടതല്ലേ, ലക്ഷ്മി നാരായണൻ്റെ പാദങ്ങളെ അമർത്തുമായിരുന്നു. അത് നോക്കിയപ്പോൾ ബ്രഹ്മബാബയ്ക്ക് ദാദാ ലേഖരാജായിരുന്ന സമയത്ത് ആ ചിത്രം, ആ ഫോട്ടോ ഇഷ്ടപ്പെടില്ലായിരുന്നു. അതുകൊണ്ട് ആ ലക്ഷ്മി കാല് അമർത്തുന്ന, പാദം അമർത്തുന്ന ആ ഭാഗത്തെ കട്ട് ചെയ്ത് മാറ്റിയതായിരുന്നു. ये आदत कहाँ से निकली? ഭക്തി മാർഗ ചിത്രവും സെ. ഈ ശീലങ്ങളെല്ലാം എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ഭക്തി മാർഗത്തിൻ്റെ ചിത്രങ്ങളിലൂടെ. സത്യുഗമേ തോ ഐസി കോയി ബാത്ത് ഹോത്തി നഹീ. സത്യുഗത്തിൽ രണ്ടു പേർക്കും പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകും. അപ്പോൾ ഒരിക്കലും ആ തരത്തിലുള്ള സംഭവം വരുന്നില്ല. ഭാര്യയും ഭർത്താവ് നല്ല തരത്തിൽ യോജിച്ച് ജീവിച്ച് പോകുന്നു. नारायण कभी कोई थकता है क्या जो ലക്ഷ്മി പാവ് ദബായെങ്കിൽ? ഇപ്പം നാരായണൻ എന്തെങ്കിലും ക്ഷീണമുണ്ടോ ലക്ഷ്മി വന്നിട്ട് പാദം അമർത്തി കൊടുക്കാൻ വേണ്ടി? ക്ഷീണത്തിൻ്റെ വിഷയമില്ലല്ലോ സത്യുഗത്തിലും ത്രേതായുഗത്തിലും. थकावट की बात तो हो ना सके, ये तो दुख की बात हो जाती. പാദം അമർത്തി കൊടുക്കുക എന്ന് പറഞ്ഞിരുന്നാൽ എന്താണ്? ദുഃഖത്തിൻ്റെ കാര്യങ്ങൾ, വേദനയായില്ലേ? അതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ തരത്തിൽ പത്നി ഭർത്താവിൻ്റെ കാലമർത്തി കൊടുക്കുന്നത്. സത്യുഗത്തിൽ ദുഃഖമില്ല, ത്രേതായുഗത്തിൽ ദുഃഖമില്ല, പിന്നീട് പാദം അമർത്തി കൊടുക്കേണ്ട കാര്യം എന്ത്? എവിടെ നിന്നാണ് വരുക? വഹാ ദുഃഖ് ദർദ് കഹാസ്യായ. അവിടെ ദുഃഖവും വേദനയും എവിടെ നിന്നാണ് വരാൻ? तब बाबा ने फोटो से लक्ष्मी का चित्र भी उड़ा दिया. അപ്പോൾ അതാണ് ബാബയുടെ അനുഭവങ്ങളെ ഇവിടെ നമുക്ക് ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ലക്ഷ്മി ദേവിയുടെ ചിത്രത്തെ ഈ തരത്തിൽ പാദം അമർത്തിക്കൊണ്ടിരിക്കുന്ന, വിഷ്ണുവിൻ്റെ പാദം അമർത്തിക്കൊണ്ടിരിക്കുന്ന ചിത്രത്തിൻ്റെ ആ ഭാഗത്തെ കട്ട് ചെയ്ത് മാറ്റിക്കളഞ്ഞു. नशा तो चढ़ता है ना, छोटेपन से ही वैराग्य रहता था, इसलिए भक्ति बहुत करते थे. ലഹരി എന്തായിരുന്നാലും ഉണ്ടാകുമല്ലോ. സ്വയം തന്നെ നാരായണനാകാനുള്ള ആത്മാവല്ലേ. ഇപ്പോൾ ചെറുപ്പം മുതൽ തന്നെ ഈ തരത്തിൽ ഇങ്ങനത്തെ ഓരോ ദൃശ്യങ്ങളെ കാണുമ്പോൾ, ഫോട്ടോ കാണുമ്പോൾ വിരക്തി ഉണ്ടാകുമായിരുന്നു. വൈരാഗ്യം ആർക്കാണ്? ദാദാ ലേഖരാജിന്. അപ്പോൾ കൂടുതൽ ഭക്തിയും ചെയ്യുമായിരുന്നു. तो बाबा युक्ति बहुत बताते हैं, तुम जानते हो हम एक बाप के बच्चे, तो आपस में भाई बहन हो गए. കൊണ്ട് ബാബ സംഗമയുഗി ബ്രാഹ്മണർക്ക് ധാരാളം യുക്തി പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. നമ്മെല്ലാവരും ഏകപിതാവിൻ്റെ സന്താനങ്ങളാണ്, പരസ്പരത്തിൽ സഹോദരൻ സഹോദരിയാണ്. ഡാഡേ സെ വർഷ ലേത്തെ ബാപ് കോ ബുലാത്തെ പതിത് ദുനിയാമേ. ഇപ്പം മുത്തശ്ശിയിൽ നിന്നാണ് നമുക്ക് സമ്പത്ത് പ്രാപ്തമാവുക. ബാബയെ എല്ലാവരും ക്ഷണിക്കുന്നത് എവിടെയാണ്? ഏത് സ്ഥാനത്തിൽ? നല്ല സുന്ദര ലോകത്തിൽ ബാബയ്ക്ക് ക്ഷണിക്കുന്നില്ല. പതീത ലോകത്തിലാണ്. ഹേ പതീത പാവൻ സബി സീതാവും കെ രാം. അല്ലയോ പതീത പാവന് സർവ സീതാക്കളുടെ രാമൻ. ബാപ്പ് കോ കഹാ ജാത്ത ട്രുത്ത്.
സച്ച്ഖണ്ഡ് സ്ഥാപൻ കർണേവാല. ബാബയെ സത്യമെന്നാണ് പറയുന്നത്. സത്യഖണ്ഡം സ്ഥാപിക്കുന്നവൻ എന്നാണ് അർത്ഥം. വഹി സാരി സൃഷ്ടി കെ ആദി മധ്യ അന്ത് കാ സത്യജ്ഞാൻ തുംകോ ദേത്തി. അവർ തന്നെയാണ് സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ സത്യജ്ഞാനം നിങ്ങൾക്ക് നൽകുന്നത്. തുമാരി ആത്മാ അഭി ജ്ഞാനസാഗർ ബൻ രഹി. ഈ ജ്ഞാനം കേട്ട് നിങ്ങളുടെ ആത്മാ ഇപ്പോഴും മാസ്റ്റർ ജ്ഞാനസാഗർ ആയിക്കൊണ്ടിരിക്കും. എല്ലാ ജ്ഞാനത്തെ മനസ്സിലാക്കിയവർ, ത്രികാലജ്ഞാനി. मीठे बच्चों को हिम्मत रखनी चाहिए, हमको बाबा की श्रीमत पर चलना. മധുരാതിമധുര കുട്ടികൾക്ക് ധൈര്യമുണ്ടായിരിക്കണോ? നാം ബാബയുടെ ശ്രീമതമനുസരിച്ച് നടക്കണമെന്ന്. ബേഹദ് കാ ബാപ്പ് ബേഹദ് കി രചന കോ സ്വർഗ് കാ മാലിക് ബനാത്തെ. പരിധിയില്ലാത്ത ബാബ പരിധിയില്ലാത്ത രചനകൾക്ക് സ്വർഗത്തിൻ്റെ അധികാരിയാക്കി മാറ്റും. പരിധിയില്ലാത്ത ബാബ പരിധിയില്ലാത്ത രചനകളെ സ്വർഗത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നു. तो पुरुषार्थ कर पूरा वर्ष लेना है, वारी जाना है. അന്നേരം മക്കളെന്ത് ചെയ്യണോ? പുരുഷാർത്ഥം ചെയ്ത് സമ്പൂർണ്ണ സമ്പത്ത് നേടണം, സമർപ്പണമാവണം. तुम उनको अपना वारिस बनाएंगे तो वो तुमको 21 जन्म के लिए वर्षा देंगे. ഒരു കാര്യം, ഒരു സീക്രട്ട്. ഈ സംഗമയുഗത്തിൽ നിങ്ങൾ സ്വയം ഭഗവാനെ സ്വന്തം വാരിസ് അവകാശിയാക്കുകയാണെങ്കിൽ ശിവപുത്രൻ നിങ്ങളെ 21 ജന്മങ്ങൾക്ക് വേണ്ടി നിങ്ങളെ സംരക്ഷിക്കുന്നു, സമ്പത്തു നൽകുന്നു. അപ്പോൾ ഈ ജന്മത്തിൽ എന്ത് ചെയ്യണോ? നിങ്ങൾ ശിവനെ സ്വന്തം പുത്രനാക്കണം, അവകാശിയാക്കണം. അപ്പോൾ ഈ ശിവപുത്രൻ 21 ജന്മങ്ങൾ വരെ നിങ്ങൾക്ക് സമ്പത്ത് നൽകുന്നു. എത്രമാത്രം വിശേഷമായിരിക്കുന്ന രഹസ്യമാണിത്. ബാപ്പ് ബച്ചയ്ക്ക് ഊപ്പർ വാരി ജാത്തെ. ബച്ചെ കേത്തെ ബാബ യേ തൻ മൻ ധൻ സബ് ആപ്ക. ബാബ കുട്ടികളുടെ മേൽ സമർപ്പിതരാകും. അന്നേരം മക്കൾ എന്താണ് പറയുന്നത്? ബാബ, ഈ എൻ്റെ തൻ മൻ ധൻ എല്ലാ അങ്ങയുടേതാണ്. അങ്ങയുടേതാണല്ലേ? അതെ. ആപ്പ് ബാപ്പ് ബി ഹോ തോ ബച്ചേ ബി ഹോ. ബാബയോട് സംസാരിക്കുന്നു. അങ്ങ് എൻ്റെ അച്ഛനും കൂടിയാണ്, കുട്ടിയും കൂടിയാകുന്നു. ഗാത്തെ ബി ഹേ ത്വമേവ മാതാശ്ച പിതാ ത്വമേവ. ഏക് കി മഹിമ കിത്തനി ബടി. ഗായനും കൂടി ഉണ്ടല്ലോ. ത്വമേവ മാതാശ്ച പിതാ ത്വമേവ. വാസ്തവത്തിൽ ഈ മഹിമ ആരുടേതാണ്? ഒരേ ഒരു ഈശ്വരൻ്റേതാണ്, അഥവാ ബാബയുടേത്. എത്രമാത്രം മഹത്വപൂർണമാണ് ഈ മഹിമ. ഉൻകോ കഹാ ഹി ജാത്ത. അതുകൊണ്ട് ബാബയെ എന്താണ്, ഏ തരത്തിൽ മഹിമ പാടുന്നു? എങ്ങനെ പാടണു? സർവ് കാ ദുഃഖഹർത്ത സുഖകർത്ത. സർവരുടെ ദുഃഖം ഹരിക്കുന്ന സുഖകർത്ത, ദുഃഖഹർത്ത സുഖം നൽകുന്ന സുഖകർത്ത. സത്യുഗ് മേ 5 തത്വ ഭി സുഖ് ദേനെ വാലെ ഹോത്തെ. സത്യുഗത്തിൽ 5 തത്വങ്ങളും കൂടി സുഖം നൽകുന്നതായിരിക്കും. कलयुग में 5 तत्व भी तमो प्रधान होने के कारण दुख देते. കലിയുഗത്തിൽ 5 തത്വങ്ങൾ തമോ പ്രധാനമായിരിക്കുന്നതിൻ്റെ കാരണം ഓരോ കാര്യത്തിനും ദുഃഖം കൊടുത്തുകൊണ്ടേയിരിക്കും. ഏതാണ് 5 തത്വങ്ങൾ? വഹാ തോ ഹൈ ഹി സുഖ് യേ ഡ്രാമ ബനാ ഹുവ. അവിടെ സദാസുഖം, നിത്യസുഖം. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമില്ല. എന്തുകൊണ്ട്? ഡ്രാമ ഈ തരത്തിൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. തും ജാൻതേ ഹോ യഹ് വഹി 5000 വർഷ പേലെ വാലി ലഡായി. ഈ വിഷയം കൂടി നിങ്ങൾ കുട്ടികൾക്കറിയാം. ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന യുദ്ധം അതേ യുദ്ധമാണ്. ഏത് യുദ്ധം? 5000 വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച യുദ്ധം. अभी स्वर्ग की स्थापना हो रही है तो बच्चों को सदैव खुशी में रहना चाहिए. ഇപ്പോൾ സ്വർഗത്തിൻ്റെ പുനഃസ്ഥാപനം നടന്നുകൊണ്ടിരിക്കുകയാണ്.
കൊണ്ട് കുട്ടികൾക്ക് സദാ സന്തോഷമുണ്ടായിരിക്കണം. സദാ സന്തോഷം ഉണ്ടായിരിക്കണം. ഉണ്ടോ സന്തോഷം? ഉണ്ടാ? കാണുന്നില്ലല്ലോ. भगवान ने तुमको अडॉप्ट किया, फिर तुम बच्चों को बाप शृंगारते भी है, പഠാത്തെ ബി. ഭഗവാനാണ് നിങ്ങളെ ദത്തെടുത്തിരിക്കുന്നത്. ഭഗവാന്റെ ദത്തെടുക്കപ്പെട്ട കുട്ടികളെ ഭഗവാൻ എന്താണ് ചെയ്യുന്നത്? അലങ്കരിക്കുകയും ചെയ്യും, പഠിപ്പിക്കുകയും ചെയ്യും, യോഗ്യരയാക്കി മാറ്റും. അപ്പോൾ യോഗ്യരാകേണ്ടതാരാണ്? മക്കൾ. अच्छा मीठे मीठे सिकीलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी बाप दादा को नमस्ते, याद प्यार और गुड मॉर्निंग. धारणा के लिए मुख्य सार. എന്താണ് നമുക്ക് ധാരണ ചെയ്യേണ്ടത്? എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടാകാം, ബുദ്ധിയിലും നിങ്ങൾ കേട്ട് ഉറപ്പാക്കിയതായിരിക്കാം ഇല്ലേ? എന്തെല്ലാമാണ് ധാരണ ചെയ്യേണ്ടത്? പറയൂ. ആ ശരി തന്നെ, അതെ. ഒന്നാമത്തെ പോയിന്റ്, सदा बाप समान बनने की हिम्मत रखनी है. സദാ ബാബയുടെ സമാനരാകാനുള്ള ധൈര്യം വെക്കണം. ബാപ്പ് पर पूरा वारी जाना है. ബാബയിൽ പൂർണ്ണമായി സമർപ്പിതരാവണം, ബലിയർപ്പിതരാവണം. ബാബയിൽ പൂർണ്ണമായി സമർപ്പിതരാവണം. രണ്ടാമത്തെ പോയിന്റ്, കിസി ഭി ബാത് മേ ഡർനാ നഹീ, പവിത്ര ജറൂർ ബന്ന. യാതൊരു കാര്യത്തിലും ഭയക്കരുത്, തീർച്ചയായിട്ടും പവിത്രരാവണം. वरदान, सदा रहम और कल्याण की दृष्टि से विश्व की सेवा करने वाले विश्व परिवर्तक भव. സദാ ദയയും മംഗളത്തിൻ്റെ ദൃഷ്ടിയിലൂടെ, സദാ ദയെ പിന്നീട് കല്യാണത്തിൻ്റെ ദൃഷ്ടി അഥവാ മംഗള ദൃഷ്ടിയിലൂടെ വിശ്വത്തിൻ്റെ സേവനം അനുഷ്ഠിക്കുന്ന വിശ്വപരിവർത്തകരായി ഭവിക്കും. विवरण, विश्व परिवर्तक अथवा विश्व सेवाधारी आत्माओं का मुख्य लक्षण है अपने रहम और कल्याण की दृष्टि द्वारा विश्व को संपन्न सुखी बनाना. विश्व परिवर्तकर तो विश्व सेवाधारी ആത്മാക്കളുടെ മുഖ്യമായ ലക്ഷണം ഇതാണ്. വിശ്വപരിവർത്തക അഥവാ വിശ്വസേവാധാരി ആത്മാക്കളുടെ മുഖ്യ ലക്ഷണം തൻ്റെ ദയെ പിന്നീട് കല്യാണത്തിൻ്റെ ദൃഷ്ടിയിലൂടെ, തൻ്റെ ദയെ പിന്നീട് മംഗളദൃഷ്ടിയിലൂടെ വിശ്വത്തെ സമ്പന്നവും സുഖിയുമാക്കി മാറ്റണം. വിശ്വത്തെ സമ്പന്നവും സുഖിയാക്കി മാറ്റണം. जो अप्राप्त वस्तु है, ईश्वरीय सुख, शांति और ज्ञान के धन से सर्व शक्तियों से सर्व आत्माओं को भिखारी से अधिकारी बनाना.
അപ്രാപ്തമായിരിക്കുന്ന വസ്തു ഏതാണോ ഈശ്വരീയ സുഖം, ശാന്തി, ജ്ഞാനത്തിൻ്റെ ധനത്തിൽ നിന്നു സർവശക്തികളിൽ നിന്നു സർവ ആത്മാക്കളെയും യാചകരിൽ നിന്നു അധികാരിയാക്കി മാറ്റും. യാചകരിൽ നിന്നു അധികാരിയാക്കി മാറ്റുക. അപ്രാപ്തമായ വസ്തു ഏതാണോ ഈശ്വരീയ സുഖം, ശാന്തി, ജ്ഞാനത്തിൻ്റെ ധനത്തിൽ നിന്നു സർവശക്തികളിൽ നിന്നു സർവ ആത്മാക്കളെയും യാചകരിൽ നിന്നു അധികാരിയാക്കി മാറ്റുക. ऐसे सेवाधारी अपना हर सेकंड, बोल और कर्म संबंध संपर्क सेवा में ही लगाते. ഇപ്രകാരത്തിലുള്ള സേവാധാരികൾ ഇത്തരത്തിലുള്ള സേവാധാരികൾ തൻ്റെ എല്ലാ സെക്കൻഡും വചനം അഥവാ വാക്കും പിന്നീട് കർമ്മം, സംബന്ധ സമ്പർക്കം സേവനത്തിൽ തന്നെ ഉപയോഗപ്പെടുത്തും. ഈ തരത്തിലുള്ള സേവാധാരികൾ തൻ്റെ എല്ലാ സെക്കൻഡിനെയും വചനത്തെയും കർമ്മം, സംബന്ധ സമ്പർക്കത്തെയും സേവനത്തിൽ തന്നെ ഉപയോഗപ്പെടുത്തും. उनके देखने, चलने, खाने सब में सेवा समाई हुई रहती. അവരുടെ നോട്ടത്തിൽ അഥവാ ദൃഷ്ടിയിലും നടപ്പിലും കഴിക്കുന്നതിലും സർവ്വതിലും സേവ തന്നെയാണ് അടങ്ങിയിരിക്കുന്നത് അഥവാ സമാവേശമായിരിക്കുന്നത്. ദൃഷ്ടിയിലോ നടപ്പിലോ കഴിക്കുമ്പോഴും എല്ലാത്തിലും സേവനമാണ് സമാവേശമായിരിക്കും. ചില അത്രയും ദിവ്യമാണ്, അലൗകികമായി ശ്രേഷ്ഠ സംസ്കാരികളായി മറ്റുള്ളവർക്ക് കാണപ്പെടും. എന്തുകൊണ്ട് ഇവർക്ക് സദാ ഹൃദയത്തിൽ ദയയുടെ ഭാവനയാണ്, മംഗളഭാവനയാണ്. കൊണ്ട് മംഗളദൃഷ്ടിയിലൂടെ സദാ ദയയും മംഗളത്തിൻ്റെ ദൃഷ്ടിയിലൂടെ വിശ്വത്തിൻ്റെ സേവനം ചെയ്യുന്ന വിശ്വപരിവർത്തകർ ഇവരായിരിക്കും. स्लोगन: मान शान का त्याग कर अपने भाग्य को बेहद सेवा में सफल करना ही परोपकारी बनना. ആദരവും സ്ഥാനമാനത്തെ ത്യാഗം ചെയ്ത് പേര്, പ്രൗഢി, പ്രശസ്തി എല്ലാത്തിനെയും ത്യാഗം ചെയ്ത് തൻ്റെ സമയത്തെ പരിധിയില്ലാതെ സേവനത്തിൽ സഫലമാക്കുക എന്നുള്ളത് തന്നെയാണ് പരോപകാരികളാകുക. പേര്, പ്രശസ്തി, സ്ഥാനമാനം എല്ലാത്തിനെയും ത്യാഗം ചെയ്ത് തൻ്റെ സമയത്തെ പരിധിയില്ലാത്ത സ്ഥാനത്തിൽ സഫലമാക്കുക എന്നുള്ളത് തന്നെ പരോപകാരികളാകുക. പാപ എന്തെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നു ഇന്നത്തെ മുരളിയിൽ. കൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ
അതോ കൊടുംകാറ്റ് വീശിരുന്നാലും ഭയക്കാതെ മഹാവീരാത്മാക്കളായിരിക്കും. പവിത്രതയുടെ പാലനം വളരെ ആവശ്യമാണ്. ഈ ഒരു ജന്മത്തിൽ ഞങ്ങൾ തീർച്ചയായിട്ടും പവിത്രരായി ജീവിക്കും. അപ്പോൾ ഇവിടെ നാം ആത്മാക്കളുടെ പരമപതിയാണ് പ്രാണേശ്വരനായിരിക്കുന്ന ശിവബാബ. അവർ നാം മക്കൾക്ക് ഏത് ശ്രീമതമാണോ നൽകുന്നത് ആ ശ്രീമതം അനുസരിച്ച് നടക്കണം. ശരി. അപ്പോൾ ഇന്ന് ഏത് ഗീതായിരുന്നു? ഭോലാനാഥ് സേ നിരാല. അപ്പം മക്കൾക്ക് സന്തോഷമുണ്ടായിരിക്കും. ഈ തരത്തിലുള്ള ഭഗവാന്റെ സന്താനങ്ങൾ നാം ആയിരിക്കുന്നു. ഭഗവാനാണ് നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നാം എല്ലാവരും സ്വദർശന ചക്രധാരികളായിരിക്കും. അപ്പം ആര് എന്ത് പറഞ്ഞിരുന്നാലും, എത്ര ആക്ഷേപങ്ങളായിരുന്നാലോ, അഥവാ വഴക്കും കൂടിയാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും നിങ്ങൾ എന്ത് ചെയ്യണോ? അതിനെ കണക്കാക്കാതെ അശ്രദ്ധരായി ബാബയുടെ ശ്രീമതം എന്തോ അതിനെ ഫോളോ ചെയ്യൂ. ഓം ശാന്തി. ബാബയ്ക്ക് താങ്ക്സ്. बाबा मेरी जान है, जिस पर दिल कुर्बान है। बाबा मेरी जान है, जिस पर दिल कुर्बान है। चलते फिरते सेवा करते मन भी मेहरबान है। बाबा मेरी जान है, बाबा मेरी जान है, जिस पर दिल कुर्बान है। संग नाचो तुम्हें संग खेलो, तुम्हें संग रास रचाओ। माता पिता और बंधु सखा तुमसे ही दिल ये लगाओ। तुम संग नाचो तुम्हें संग खेलो, तुम्हें संग रास रचाओ। माता पिता और बंधु सखा तुमसे ही दिल ये लगाओ। दिल का यही अरमान है, बाबा का फरमान है। दिल का यही अरमान है, बाबा का फरमान है। बाबा मेरी जान है, जिस पर दिल कुर्बान है। मेरा बाबा
कितना मीठा सबको मीठा बनाए। मीठे मीठे बच्चे कहकर रोज ज्ञान सुनाए। खोल दिए भंडार है बाबा भोलेनाथ है। खोल दिए भंडार है बाबा भोलेनाथ है। बाबा मेरी जान है जिस पर दिल कुर्बान है। बाबा कितना निरहंकारी खुद सेवक बन जाए। करता खुद है कर्म मगर वो बच्चों से करवाए। बाबा कितना निरहंकारी खुद सेवक बन जाए। करता खुद है कर्म मगर वो बच्चों से करवाए। दोस्त मेरा भगवान है